കോട്ടയം നെല്ലാപ്പാറയിൽ വിദ്യാർത്ഥികളുമായി വിനോദയാത്രയ്ക്ക് പോയ ബസ് അപകടത്തിൽപ്പെട്ടു. 36 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം തോന്നയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ടോബി ജോൺസൺ നൽകും വിശദാംശങ്ങൾ. ടോബി, ആരുടെങ്കിലും പരിക്ക് സാരമുള്ളതാണോ? എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? ഗോകുൽ, 6 പേർക്ക് ഇപ്പോൾ സാരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബസ്സിൽ മൊത്തം 43 പേരുണ്ടായിരുന്നു. 4 അധ്യാപകരടക്കം ബാക്കിയുള്ള കുട്ടികളായിരുന്നു. ഇവർ തിരുവനന്തപുരം തോന്നയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ്. 3 ബസ്സിലായിട്ട് വിനോദസഞ്ചാരത്തിന് വേണ്ടി എത്തിയതാണ്. അതിലൊരു ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൊടൈക്കനാൽ സന്ദർശിച്ച ശേഷം തിരിച്ച് മടങ്ങുമ്പോഴായിരുന്നു ഈ ജില്ലാ അതിർത്തിയായിട്ടുള്ള കോട്ടയം ജില്ലാ അതിർത്തിയായിട്ടുള്ള നെല്ലാപ്പാറയിൽ വെച്ച് വാഹനം നിയന്ത്രണം വിട്ട് വളവിൽ വെച്ച് മറിയുന്നത്. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന ചില നാട്ടുകാരും മറ്റും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. പിന്നാലെ പോലീസും അവിടെ എത്തി, ഫയർഫോഴ്സും എത്തി ഈ വിദ്യാർത്ഥികളെ അടക്കം ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. 36 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 6 പേർക്ക് സാരമായിട്ടുള്ള പരിക്കുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുലർച്ചെ 2:45 ഈ ഒരു സംഭവം ഉണ്ടായതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകാറുള്ള ഒരു വളവാണ്. അവിടെ വെച്ചാണ് ഈ ബസ് നിയന്ത്രണം നഷ്ടമായി ഒരു വശത്തേക്ക് മറിഞ്ഞത്. തലകീഴായി മറിയാതിരുന്നത് കൊണ്ട് തന്നെ വലിയ അപകടം ഒഴിവായി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം തന്നെ ആശുപത്രിയിലേക്ക്, പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്. ശരി, ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയം നെല്ലാപ്പാറയിലാണ് തോന്നയ്ക്കൽ HSSൽ തിരുവനന്തപുരത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ അവർ വിനോദയാത്ര കൊടൈക്കനാൽ കഴിഞ്ഞ് വിനോദയാത്രയ്ക്ക് ശേഷം മടങ്ങു വരുന്ന വഴിയിലാണ് ഈ അപകടമുണ്ടായത്. 6 പേരുടെ പരിക്ക്, കാര്യമായ പരിക്കുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 46 പേരാണ് ആ ബസ്സിലുണ്ടായിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.